ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. നമ്മുടെ മഴതോറും മുംബൈയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ടോ പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ടും കാണാൻ ശ്രമിക്കുക കേട്ടോ. എന്നാൽ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. ബാലചന്ദ്രൻ വീട് വിട്ട് ഇറങ്ങിയേക്കുകയാണ്. യാദൃശ്ചികമായിട്ടാണ് ബാലചന്ദ്രൻ അലീനയെ എല്ലാവരും കൂടി ചേർന്ന് ഗേറ്റിന് പുറത്തേക്ക് ആക്കുന്ന രംഗമൊക്കെ കാണുന്നത്. അത് കണ്ടതോട് കൂടിയിട്ട് ബാലചന്ദ്രന് മനസ്സിലാവുകയാണ് അവരെല്ലാവരും കൂടി ചേർന്ന് അലീനയെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത്. ഉടനെ തന്നെ ഒട്ടും സമയം കളയാതെ ബാലചന്ദ്രൻ ഡ്രസ്സൊക്കെ മാറി തൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അലീനയെ പുറത്താക്കിയ വിജയം ആഘോഷിക്കുന്ന വൈജയന്തിക്കും രാജീവനും ഹരിക്കും ബബിതയ്ക്കും രോഹിത്തിനൊക്കെ 8ന്റെ പണി കൊടുത്തുകൊണ്ട് ബാലചന്ദ്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. കൃഷ്ണമോള് തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. കൂടെ കൃഷ്ണമോളും കാറിൽ കയറി ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവർ കാറെടുത്ത് ചീറി പാഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. കാറ് തടയാനൊക്കെ നിൽക്കുന്ന രാജീവിനെ ഇടിച്ച് വീഴ്ത്താൻ എന്ന ഭാഗത്തിലാണ് പോകുന്നത്. തലനാരിഴക്കാണ് രാജീവിന് ഇടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. അങ്ങനെ കാർ എടുത്തുകൊണ്ട് പോയേക്കാണ്. ആകെ അടി കിട്ടിയ ഒരു അവസ്ഥയിലാണ് വൈജയന്തിയും അവരൊക്കെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും രാജീവേട്ട, ഇതേ ബാലചന്ദ്രൻ പോയി എന്നൊക്കെ പറയുമ്പോൾ രാജീവനും ആകെ പണി കിട്ടിയെന്ന് മനസ്സിലാവുകയാണ്. ഇതൊരിക്കലും അവർ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല കേട്ടോ. ഒരിക്കലും ബാലചന്ദ്രൻ ഇങ്ങനെ ഒരു പണി തരുമെന്ന് അവർ പ്രതീക്ഷിച്ചതേയില്ല. അങ്ങനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ നിൽക്കുകയാണ് വൈജയന്തി. അപ്പോൾ തന്നെ രാജീവ് പറയുന്നുണ്ട്, എടാ ഹരി, രോഹിത്തെ, നിങ്ങൾ വണ്ടി എടുത്ത് ഒന്ന് പുറകെ പോയി നോക്കി, എങ്ങോട്ടാണ് പോകണമെന്നറിയാലോ, ഒന്ന് പോയി നോക്കിക്കേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തുകൊണ്ട് 2 വീലർ എടുത്തുകൊണ്ട് പോവുകയാണ്. അതേസമയം കാണിക്കുന്നത് ബാലചന്ദ്രൻ കാറ് ഓടിക്കുന്ന കേട്ടോ. വളരെ സ്പീഡിലാണ് ഓടിക്കുന്നത്. കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛ ഒന്ന് പതുക്കെ ഓടിക്കുക അച്ഛ, എത്ര വേഗത്തിലാണ് അച്ഛൻ ഈ വണ്ടി ഓടിക്കുന്നത്, എവിടെയെങ്കിലും പോയി ഇടിച്ചു നിർത്തും, അച്ഛനിപ്പോൾ ഡ്രൈവ് ചെയ്യാനൊന്നും ആയിട്ടില്ല, അച്ഛനൊന്ന് പതുക്കെ ഓടിക്കുക, ശ്രദ്ധിച്ച് ഓടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒന്നും മറുപടി കൊടുക്കുന്നില്ല കേട്ടോ ബാലചന്ദ്രൻ്റെ ആദ്യം അലീന എവിടെയെങ്കിലും ബസ് കയറി പോയോ എവിടെയാണ് എന്നൊന്നും അറിയാത്ത ഒരു ടെൻഷനാണ്. അലീന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഇനിയിപ്പോൾ അവൾ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവോ, വണ്ടി കയറി പോയിട്ടുണ്ടാവോ, എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക ഒന്നും അറിയത്തില്ലല്ലോ. അപ്പം അലീനയെ വഴിയിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ബാലചന്ദ്രൻ കാറ് അത്രയും സ്പീഡിൽ ഓടിച്ചു വിടുന്നത്. അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബസ് സ്റ്റോപ്പിൽ അലീന നിൽക്കുന്നത് കാണുകയാണ്. അലീനയുടെ ഫ്രണ്ടിലായിട്ട് കൊണ്ടുവന്ന് കാറ് നിർത്തുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ അലീനയ്ക്ക് മനസ്സിലായി ബാലചന്ദ്രനാണെന്നുള്ളത്. അപ്പോൾ കൃഷ്ണമോളെയും കാണുന്നുണ്ട്. അപ്പോൾ വിൻഡോ താഴ്ത്തുന്നുണ്ട്. എന്നിട്ട് അലീനയോട് കാറിൽ വന്ന് കയറുമെന്ന് പറയുമ്പോൾ അലീന അവിടെ നിന്ന് അനങ്ങുന്നില്ല കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അലീനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. കൃഷ്ണമോള അവിടെ തന്നെ ഇരിക്കുകയാണ്. ചെന്നിട്ട് പറയുന്നുണ്ട്, വന്ന് കാറിൽ കയറി എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, വേണ്ട സാർ, ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയാണ്. മര്യാദക്ക് നിന്നോട് കാറിലോട്ട് കയറാനാണ് പറഞ്ഞത്, ഇവിടെ വെച്ചൊരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട, നീ കാറിലേക്ക് കയറി, ആളുകൾ ശ്രദ്ധിക്കും എന്നൊക്കെ പറയുമ്പോൾ അലീന വീണ്ടും അവിടെ തന്നെ നിൽക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ അലീനയുടെ ബാഗും ഒരു സഞ്ചിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ എടുത്ത് കാറിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. പിന്നെ അലീനയ്ക്ക് വേറെ വഴിയില്ല കാറിൽ കയറാതെ കേട്ടോ. അങ്ങനെ വീണ്ടും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പെട്ടെന്ന് വന്ന് കാറിൽ കയറ് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടെ അപ്പുറത്തെ സീറ്റിൽ, ഡ്രൈവിംഗ് സീറ്റിൽ പോയി കയറിയിരിക്കുന്നുണ്ട്. അതേസമയം കൃഷ്ണമോളും എന്താപ്പോൾ അവിടെ സംഭവിക്കുക എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോളും പറയുന്നുണ്ട്, വാ ചേച്ചി കയറ് എന്ന് പറയാം കേട്ടോ. അങ്ങനെ അലീന വന്ന് കാറിൽ കയറുന്നുണ്ട്. അലീന കയറിയതോട് കൂടിയിട്ട് കാറ് പിടിവിട്ട് പോവുകയാണ്. അതേസമയം ഹരിയും രോഹിത്തും കൂടെ 2 വീലർ എടുത്തുകൊണ്ട് ഇവരുടെ പുറകെ വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവരെ അന്വേഷിച്ചിട്ട് അത് കണ്ടെത്താനാവാതെ അവർ തിരിച്ച് നിരാശയോട് കൂടിയിട്ട് പോവുക കേട്ടോ. അവർ ഒരുപാട് ദൂരം പോയി നോക്കിയിട്ടുണ്ട്. അതേസമയം വീട്ടിൽ ബാലചന്ദ്രൻ എങ്ങോട്ട് പോയി എന്നുള്ള ഒരു ടെൻഷനിലിരിക്കുകയാണ് വൈജയന്തിയും അതുപോലെ രാജീവും ബബിതയും. അപ്പോൾ കൃഷ്ണമോളും കൂടെ കയറി പോയേക്കാണല്ലോ, അതും ഒരു ടെൻഷനുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു കാര്യം ബാലചന്ദ്രൻ ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് രാജീവ് പറയാട്ടോ. അച്ഛൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അലീന ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമെന്ന് എന്ന് പറയണം. അപ്പോൾ വൈജ പറയുന്നുണ്ട്, അതൊക്കെ വെറുതെ പേടിപ്പിക്കാൻ പറഞ്ഞതായിരിക്കുമെന്ന് കരുതി എന്ന് പറയണം. എന്തായാലും ഇപ്പം അത് സംഭവിച്ചില്ലേ, അലീനയെ ഇറക്കി വിട്ടപ്പോൾ അച്ഛനും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അച്ഛനെ എങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും എന്നൊക്കെ ചോദിക്കുകയാണ്. വൈജയ്ക്കാണെങ്കിൽ ആകെ നാണക്കേട്. നാട്ടുകാരറിഞ്ഞാൽ എന്ത് പറയും രാജീവേട്ട, ഒരു വേലക്കാരി ഇറക്കി വിട്ടു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഒരു കുടുംബത്തിലെ നാഥൻ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഒരു വീട്ടുടമ ചെയ്യേണ്ടത്. എവിടെയെങ്കിലും പറഞ്ഞു കേട്ട ഒരു കാര്യമാണോ ഇത് ഒരു പുതിയ ഒരു കാര്യം വന്നേക്കുന്ന ഒരു വീട്ടുവേലക്കാരിയെ പറഞ്ഞു വിട്ടെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയേക്കാണ് എന്ന് പറഞ്ഞ് വൈജി ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുക കേട്ടോ. ആ സമയത്താണ് ഹരിയും രോഹിത്തും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല കൊച്ചച്ച എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് ദൂരം പോയി നോക്കി, പക്ഷേ എങ്ങോട്ടാണോ പോയതെന്ന് ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പറയണം. വൈജിയാണെങ്കിൽ ആകെ ടെൻഷനായി പോവാട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ ഇപ്പോൾ കണ്ടെത്തും എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, നീ
ടെൻഷനാവില്ല, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്താണെങ്കിലും ഇതിനൊരു തീരുമാനമാക്കിയിട്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ, വാട ഹരി നമുക്ക് പോവാം എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഹരിയെയും കൂട്ടിയിട്ട് രാജീവ് അവിടെ നിന്ന് പോകുന്നുണ്ട്. വൈജി ആണെങ്കിലും എല്ലാം തകർന്ന മട്ടിലുള്ള ഒരു ഇരിപ്പാട്ടം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ഓർത്തിട്ട് ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കൊല്ലപ്പള്ളിയിലെ വീട്ടിലേക്ക് എത്തുകയാണ് രാജീവും ഹരിയും കൂടി ചേർന്നിട്ടും. അങ്ങനെ കമലയാണെങ്കിൽ ഇവരെ കാത്തിരിക്കുകയാണല്ലോ, മനുവും വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവരെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അവിടെ കമല വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി രാജീവേ, എന്തായി, അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പം ഇവരുടെ മനസ്സിൽ പകുതി സന്തോഷവും ഒരു വിഷമവും ഒക്കെയാണല്ലോ. അലീനെ ഇറക്കി വിട്ട സന്തോഷം നിമിഷ നേരം കൊണ്ടാണല്ലോ തകർന്നുടഞ്ഞു പോയത്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ഇറക്കി വിട്ടു അമ്മേ എന്ന് പറയണം. എന്നിട്ട് എന്താ നിങ്ങളുടെ മുഖത്ത് ഒരു സന്തോഷമില്ലാത്തത്, എന്തു പറ്റി, അവൾ ഇറങ്ങി പോകാൻ കൂട്ടാക്കിയില്ലായിരുന്നു, അവൾ എന്തെങ്കിലും ചെയ്തോ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ബാലചന്ദ്രൻ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, അതൊന്നുമല്ല പ്രശ്നം, അലീനെ ഇറക്കി വിട്ടു, ശരിയാണ്, ഒരു കുഴപ്പമുണ്ടായില്ല അലീനെ ഇറക്കി വിടാനായിട്ട്, ഞങ്ങൾ ചെന്നു കയ്യെ പിടിച്ച് വലിച്ച് പുറത്തിറക്കി വിട്ടു, അത്രമാത്രം. പക്ഷേ അപ്രതീക്ഷിതമായിട്ടൊരു കാര്യം അവിടെ സംഭവിച്ചു എന്ന് പറയണം. എന്ത് പറ്റി, ബാലചന്ദ്രൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ, വൈജയെ തല്ലുകയോ മറ്റോ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ, വൈജയെ തല്ലുകയായിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, വൈജയെ തല്ലുകയാണെങ്കിൽ ഞാൻ നോക്കി നിൽക്കത്തൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അതൊന്നുമല്ല, ബാലചന്ദ്രൻ വീട് വിട്ടുപോയി എന്ന് പറയുന്ന രാജീവ്. എന്താ രാജീവ് പറയുന്നത്, ബാലചന്ദ്രൻ വീട് വിട്ടുപോയിന്നോ? അതെ, ഞങ്ങൾ അവളെ ഇറക്കി വിട്ട് അവിടെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അയാൾ കണ്ടു എന്ന് തോന്നുന്നു മുകളിൽ നിന്നെങ്ങാനും അവളെ ഇറക്കി വിടുന്നത്, അതുകൊണ്ടായിരിക്കും അയാൾ ബാഗും പെട്ടിയും ഒക്കെ എടുത്ത് കാറിൽ കയറിപ്പോയി, കൂടെ കൃഷ്ണമോളും പോയി എന്ന് പറയട്ടോ. കൃഷ്ണയും പോയിന്നോ? ആ, കൃഷ്ണ ബാലചന്ദ്രനെ തടയാനായിട്ടാണെന്ന് തോന്നുന്നു കാറിൽ കയറിയിരുന്നതാണ്, പോവണ്ടെന്നും പറഞ്ഞിട്ട്. പക്ഷേ കൃഷ്ണയും കൂട്ടിക്കൊണ്ട് അയാൾ കാർ എടുത്തുകൊണ്ട് പോയി. അതേ അമ്മേ, കൊച്ചച്ഛനെ ഇടിച്ചിടേണ്ടതായിരുന്നു കാറ് എന്ന് പറയട്ടോ. ജീവൻ രക്ഷപ്പെട്ടത് നിമിഷ നേരം കൊണ്ടാന്ന് പറയുമ്പോൾ ഇടിച്ചിടേണ്ടതായിരുന്നു, എന്താ പറയുന്നത് മനസ്സിലായില്ല എന്ന് പറയാണ് കമല. അതായത് ബാലചന്ദ്രൻ വളരെ ദേഷ്യത്തിൽ കാർ എടുത്തുകൊണ്ട് പോകുമായിരുന്നു, ഞാൻ തടയാനായിട്ട് ചെന്നു, പക്ഷേ ഞാൻ അവിടെ നിന്നതൊന്നും അയാൾ ഗൗനിച്ചതേ ഇല്ല, അയാൾ കാർ കണ്ട് ചീറിപ്പാഞ്ഞ് എടുത്തുകൊണ്ട് പോയി, ഞാനൊന്ന് മാറിയില്ലായിരുന്നു എങ്കിലും എന്നെ ഇടിച്ചിട്ടിട്ടായിരിക്കും ബാലചന്ദ്രൻ പോയിട്ടുണ്ടാവുക എന്ന് പറയാണ് രാജീവൻ. കമല പറയുന്നുണ്ട്, ഈ ബാലചന്ദ്രൻ ഇത് എന്തു പറ്റി, ഒരു വേലക്കാരി പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനാണോ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്, ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യോ, എവിടെയെങ്കിലും കേൾവിയുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറയട്ടോ. അപ്പോൾ ഇവരുടെ സംസാരം കേട്ടിട്ടാണ് മനു മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക കേട്ടോ. മനു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വന്നോ, എന്തായി, പോയ കാര്യമൊക്കെ സക്സസ് ആയോ, അലീനയെ നിങ്ങൾ ഇറക്കി വിട്ടോ എല്ലാവരും കൂടി, എങ്ങോട്ടാണ് അവൾ പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അവരും. എന്തു പറ്റി, അലീനെ ഇറക്കി വിടാൻ പറ്റിയില്ല അല്ലേ, ബാലചന്ദ്രൻ ഞങ്ങൾ സമ്മതിച്ചില്ല അല്ലേ, അതിൻ്റെ നിരാശയാണോ മുഖത്ത് എന്ന് ചോദിക്കുമ്പോൾ, അലീനയൊക്കെ ഞങ്ങൾ ഇറക്കി വിട്ടു എന്നിങ്ങനെ പറയാണ് ഹരി. അലീനെ ഇറക്കി വിട്ടെന്നോ, എന്നിട്ട് പിന്നെന്താ നിങ്ങളുടെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്, അവൾ എങ്ങോട്ടാ പോയത്, അവൾ എങ്ങോട്ടാ പോയതെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയണം. പിന്നെ നിങ്ങളെന്താ ഇത്ര സന്തോഷമില്ലാതെ എങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കണം മനു. അവിടെ മറ്റെന്തോ കാര്യം സംഭവിച്ചിട്ടുണ്ടല്ലോ, അലീനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അങ്കിള് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് പറയണം മനു. ആ സമയത്ത് കമല പറയുന്നുണ്ട്, ബാലചന്ദ്രൻ അലീനെ ഇറക്കി വിട്ടതിൻ്റെ പുറകെ ബാലചന്ദ്രൻ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിന്ന്. അമ്മ എന്തായി പറയുന്നത്? അതെ, ബാലചന്ദ്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് രാജീവ് പറയണം. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഞാൻ കുറച്ച് മുന്നേ കൊച്ചച്ഛനോട് പറഞ്ഞതല്ലായിരുന്നോ അവിടുത്തെ കാര്യത്തിൽ ഇടപെടുമ്പോൾ സൂക്ഷിച്ച് ഇടപെടണമെന്ന്? ഇപ്പം എന്താ ഉണ്ടായത്? നേരെ വിപരീത ഫലമല്ലേ ഉണ്ടാക്കിയത്. അലീനയെ നിങ്ങൾക്ക് ഇറക്കി വിടാൻ പറ്റിയിട്ടുണ്ടാകും, അതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ടാകും, അതുകൊണ്ട് വൈജയന്തി വിജയിച്ചോ? വൈജയന്തിയുടെ ലൈഫിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നോ? സമാധാനം കിട്ടിയോ? ഇപ്പം സമാധാനം മുഴുവനായിട്ട് നശിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ് മനു. അതിന് ഞങ്ങൾ വിചാരിച്ചോ മനു ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന്, ബാലചന്ദ്രൻ ഇപ്പോൾ വീട് വിട്ടിറങ്ങി പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചോ എന്ന് ചോദിക്കാട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ കൊച്ചച്ച, അങ്കിള് മറ്റെന്തോ കാര്യം മനസ്സിൽ കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ അതിൽ പോയി തല വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടെ നാറും, എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് ആ വീട്ടിൽ, അതെന്താണെന്ന് അങ്കിള് പറയുന്നില്ല എന്ന് പറയാണ് മനു. എന്ത് ചീഞ്ഞ് നാറാനാണ്, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല കൊച്ചച്ച, എന്താണെങ്കിലും വൈജയന്തി ആൻറ്റിയുമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്, അത് വൈജയന്തിക്കും അറിയാമായിരിക്കും, പക്ഷേ ഇപ്പോൾ വൈജയന്തിക്ക് അറിയില്ലായിരിക്കും ആ പ്രശ്നം കൊണ്ടാണ് അങ്കിള് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. പക്ഷേ വൈജയന്തിയുമായി കണക്ട് ചെയ്തിട്ടുള്ള എന്തോ ഒരു വലിയ പ്രശ്നം തന്നെയാണ് ബാലചന്ദ്രൻ അങ്കിളുടെ ഉള്ളിൽ കയറിയിരിക്കുന്നത് എന്ന് തന്നെ പറയാണ് മനു. അത് കേട്ടപ്പോൾ രാജീവ് ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാജീവിന് ഇപ്പോൾ ആകെ സംശയം തോന്നുകയാണ്, ഇനി പഴയ കാര്യങ്ങളെങ്ങാനും എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ആഗ്രയിലെ കാര്യങ്ങളെങ്ങാനും ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടാവുമോ എന്നാകെ ഇങ്ങനെ ടെൻഷനാവണം. ആ സമയം മനു
പറയുന്നുണ്ട്, ഞാൻ അന്നേരമേ പറഞ്ഞില്ലേ, വല്യച്ഛൻ ഇവിടെ വന്നിട്ട്, ഗംഗാധരൻ വല്യച്ഛൻ ഇവിടെ വന്നിട്ട് അലീനയ്ക്കും അങ്കിളിനും ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. അലീനയോട് ഒരിക്കലും വീട് വിട്ടു പോകാൻ ആവശ്യപ്പെട്ടില്ല. ഈ വീട്ടിൽ ഉണ്ടാകണം എന്നാണ് അവർ അലീനയോട് പറഞ്ഞിട്ടുള്ളത്. സ്വന്തം മകളായിട്ട് തന്നെയാണ് കാണുന്നത്. വൈജയന്തിയുടെയും അതുപോലെ ബാലചന്ദ്രൻ്റെ മൂത്ത മകളായിട്ടാണ് അലീനയെ കാണുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത്. അത് മാത്രമല്ല, ബാലചന്ദ്രനോട് അങ്കിളിനോട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. വൈജയന്തിക്കിട്ട് ഒരെണ്ണം പൊട്ടിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ തെറ്റ് വൈജയന്തിയുടെ ഭാഗത്താണ്. ബാലചന്ദ്രൻ അങ്കിളിൻ്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ടാണ് അവർ കൂടെ സപ്പോർട്ടായിട്ട് നിന്നതെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞതല്ലേ. കൊച്ചച്ഛൻ ഒരു കാര്യം ചെയ്യേ, വല്യച്ഛനെ ഒന്ന് വിളിക്കുക, ഗംഗാധരൻ വല്യച്ഛനെ ഒന്ന് വിളിക്കുക, അപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് പറയാട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, രാജീവ് പറയുന്നുണ്ട്, ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആ നേരം കമല ചോദിക്കുന്നുണ്ട്, ഇനി അഥവാ ബാലചന്ദ്രൻ അലീനയും കൊണ്ട് തിരിച്ചു വരുമോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, അയാൾ ഉടനെ ഒന്നും തിരിച്ചു വരാൻ സാധ്യതയില്ല, അയാൾ മറ്റെന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോഴാട്ടോ മനു ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ എന്താണെങ്കിലും ഗംഗാധരനെ വിളിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് രാജീവ്. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ അലീനയും കൃഷ്ണമോളെയും കൂട്ടിയിട്ട് ഒരു ഹോട്ടലിൽ പോയിട്ട് റൂം എടുക്കുക കേട്ടോ. അലീനയെ ആകെ പകച്ചു പോകുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ അനന്തര ഫലം എന്നൊക്കെ ഓർത്ത് ആകെ വിഷമിക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ കൃഷ്ണമോളെയും അലീനയും കൂട്ടിയിട്ട് അവിടേക്ക് ചെല്ലാട്ടോ, ഹോട്ടലിൽ പോയിട്ട് റൂം എടുക്കുകയാണ്. എന്നിട്ട് തൻ്റെ സാധനങ്ങളും അലീനയുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ അവിടെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ആകെ വിഷമിച്ച് പോവാണ്, കൃഷ്ണമോളെയും കൂടെ കണ്ടിട്ടോ. കൃഷ്ണമോളും വീട്ടിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛനെ ഞാൻ എങ്ങനെ തനിച്ച് പറഞ്ഞേക്കും ചേച്ചി, അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അച്ഛനിപ്പോൾ അച്ഛൻ്റെ ആരോഗ്യം പോലും നോക്കാതെ ഇറങ്ങി തിരിച്ചേക്കാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചി, എന്താണ് അച്ഛൻ്റെ സ്വഭാവം, ഇങ്ങനെ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിനക്കൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല മോളെ, ഞാൻ പറയാം, എല്ലാ കാര്യങ്ങളും നിൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട് എന്ന് പറയട്ടോ. എന്നാലും അച്ഛൻ നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന് പറയുമ്പോൾ, വീട്ടിലേക്ക് തിരിച്ചു പോകാം, അതെൻ്റെ വീട് തന്നെയാണ്, അത് വേറെ ആരുടെ വീടല്ല, എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് എന്നെ ആർക്കും ഇറക്കി വിടാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് തിരിച്ചില്ല, ഇപ്പോൾ എനിക്ക് അലീനയെ ഒന്ന് സേഫാക്കി വെച്ചേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് അലീനയുടെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ, അലീനയെ എൻ്റെ കൂടെ നിർത്തിയേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, സാർ ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ പൊക്കോളാം, എനിക്ക് ഇതൊന്നും കാണാനും ഇങ്ങനെ സഹിക്കാനുള്ള ഒരു ശക്തിയൊന്നുമില്ല, മാഡം ഒരുപാട് വിഷമിക്കത്തില്ലേ, ഇപ്പോൾ കൃഷ്ണമോളും വീട്ടിൽ നിന്ന് പോന്നു, സാറും പോന്നു എന്ന് പറഞ്ഞാൽ അതിലേറെ നീ വിഷമിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. ഉണ്ട്, ഞാനും ഒരുപാട് വിഷമിക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് സഹിക്കാനുള്ള കഴിവുണ്ട്, ഞാനത് സഹിക്കും, ഇത്രയും നാളും ഞാൻ എല്ലാം സഹിച്ചും ക്ഷമിച്ചുമല്ലേ ജീവിച്ചത്, അതുപോലെ എനിക്ക് പറ്റുമെന്ന് പറയുമ്പോൾ, അപ്പോൾ എൻ്റെ വിഷമോ എൻ്റെ സങ്കടമോ അതെന്താ നീ കാണാത്തത് എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ അലീനയോട്. അത് ഞാൻ കാണുന്നുണ്ട് സർ, പക്ഷേ എന്ന് പറയുമ്പോൾ, അതെ, ഒരു പക്ഷിയല്ലേ അവിടെ, ആ പക്ഷിയിലാണ് ഞാൻ കയറി പിടിച്ചേക്കുന്നത്, അതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയണ്ട, എൻ്റെ ഒരു ജീവിതം ഇങ്ങനെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ലൈഫ്, എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ ജീവിതമൊക്കെ ഇതുപോലെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അതിലൊരു പങ്ക് നിനക്കും ഉണ്ട് എന്നിങ്ങനെ പറയാണ് അലീനയോട് ബാലചന്ദ്രൻ കേട്ടോ. അപ്പോൾ അലീന ആകെ ഷോക്കായി പോകുന്നുണ്ട്, കാരണം ബാലചന്ദ്രൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഇപ്പോൾ കൃഷ്ണമോൾ അവിടെ ഇരിപ്പുണ്ടല്ലോ, കൃഷ്ണമോൾ കൂടി കേൾക്കുമല്ലോ. അപ്പോൾ സാർ എന്ന് വിളിക്കുമ്പോൾ, ഇല്ല, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, നീയും അതിനൊരു കാരണക്കാരി തന്നെയല്ലേ എന്ന് പറയാട്ടോ. ശരിയാണ്, ഞാനാണ് കാരണക്കാരി, എല്ലാത്തിനും കാരണക്കാരി ഞാനാണ്, ഞാൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു, ഒരാഗ്രഹവും ഉള്ളിൽ കൊണ്ട് നടക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ അങ്ങനെയൊന്നുമല്ല മോളെ പറഞ്ഞത്, നീ ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടായി എന്നൊന്നുമല്ല പറഞ്ഞത്, ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്, പക്ഷേ നീ വന്നപ്പോൾ അത് കുറച്ചും കൂടെ കൂടുതലായി എന്ന് മാത്രം, എന്ന് കരുതി നിന്നെ വിട്ട് കളയാൻ ഞാൻ ഒരുക്കമല്ല, നീ എൻ്റെ മകളാണ്, എൻ്റെ ബബിതയെ പോലെ, എൻ്റെ കൃഷ്ണമോളെ പോലെ എൻ്റെ മകളാണ് നീ, എൻ്റെ മൂത്ത മകളാണ് നീ, എൻ്റെ രോഹിത്തിനേക്കാളും മൂത്തത് നീയാണ് എനിക്ക് എന്ന് പറയാട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് കൃഷ്ണയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, അച്ഛൻ അലീന ചേച്ചി ഒരു മകളെ പോലെയാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. പക്ഷേ മറ്റുള്ളവരൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുമ്പോഴും കൃഷ്ണയ്ക്ക് ഉറപ്പാണ് അച്ഛനും അലീന ചേച്ചിയും അങ്ങനെ അരുതാത്ത ബന്ധങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വൈജയന്തി ആയിട്ടോ. വൈജയന്തി ആണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ബാലചന്ദ്രനെ എങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരും എന്നൊക്കെ ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ. എന്നിട്ട് വൈജയന്തി ഇങ്ങനെ രാജീവിന് ഫോൺ ചെയ്യുന്നുണ്ട്, രാജീവേട്ട എന്തെങ്കിലും വിവരം കിട്ടിയോ, ബാലചന്ദ്രൻ എവിടേക്കാണ് പോയതെന്ന് എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വൈജയന്തി, വിഷമിക്കില്ലേ, എല്ലാം ശരിയാക്കാം എന്നൊക്കെ പറയാട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് നേരെ വിപരീത ഫലമാണല്ലോ ഉണ്ടായത് എന്ന് വൈജ പറയുമ്പോൾ, നോക്കാം നമുക്ക്, നീ ടെൻഷൻ ആവണ്ട എന്ന് പറയാട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് വൈജ. അപ്പോൾ വൈജയോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, അലീനയെ നിങ്ങൾ പറഞ്ഞയച്ചോ എന്ന് ചോദിക്കാട്ടോ. അപ്പം വൈജ പറയുന്നുണ്ട്, അലീനയെ ഞങ്ങൾ പറഞ്ഞയച്ചു എന്ന് പറയാട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീനയെ ഇങ്ങനെ പറഞ്ഞയച്ചത് അവൾ പോകാൻ
സമ്മതിച്ചോ, ബാലചന്ദ്രൻ സമ്മതിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ഒന്നും സമ്മതിച്ചില്ല. എല്ലാവരും കൂടി ചേർന്ന് അലീനയെ പുറത്തേക്ക് ആക്കി ഗേറ്റ് അടച്ചു എന്ന് പറയണം. അയ്യോ അങ്ങനെ എന്തിനാ ചെയ്തത്, അവളോട് മര്യാദക്ക് പറഞ്ഞാൽ പോവത്തില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ പോവണ്ടേ, പോവാത്തതുകൊണ്ട് ചെയ്തതല്ലേ, എന്നിട്ട് ബാലചന്ദ്രൻ ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. ബാലചന്ദ്രൻ എന്ത് പറയാൻ, ബാലചന്ദ്രൻ ആ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി എന്ന് പറയണം. ബാലചന്ദ്രൻ ഇറങ്ങിപ്പോയോ? അതെ, അവളെ പുറത്താക്കിയതിൻ്റെ പേരിൽ ബാലചന്ദ്രനും വീട് വിട്ട് ഇറങ്ങിപ്പോയി എന്ന് പറയാട്ടോ. ഞാനിത് ആദ്യമേ കണ്ടിരുന്നു. ബാലചന്ദ്രൻ മുൻപേ പറഞ്ഞതാണ്, അവളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അലീനെ ഇവിടെ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അയാളും വീട് വിട്ടു പോകുമെന്ന് ആദ്യമേ പറഞ്ഞതാണ്. ഇനി നീ എന്ത് ചെയ്യും വൈജയ്, നീ ഒറ്റയ്ക്കായി പോയില്ലേ, നീ തോറ്റുപോയില്ലേ, നീ എങ്ങനെ ഇതിൽ നിന്ന് ഒരു മാറ്റം കൊണ്ടുവരും, ബാലചന്ദ്രനെ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, എങ്ങനെ ബാലചന്ദ്രനെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി. അമ്മയൊന്ന് നിർത്ത്, എന്നെ ഇങ്ങനെ ആകെ ദേഷ്യം പിടിപ്പിക്കല്ലേ, എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഓരോന്ന് വരുത്തി വെക്കുമ്പോൾ ഓർക്കണമായിരുന്നു അതിനൊരു അനന്തരഫലം ഉണ്ടാകുമെന്ന്. ഇപ്പോൾ നീ അനുഭവിച്ചോ, ബാലചന്ദ്രനും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, ഇനി നീ അനുഭവിക്കുക എന്ന് പറയണം മുത്തശ്ശി. അമ്മയൊന്ന് നിർത്ത്, അമ്മയോട് ഇത്തിരി സംസാരിച്ചൊരു സമാധാനം കിട്ടാൻ വേണ്ടി വന്നതാണ് ഞാൻ ഇങ്ങോട്ട്, ഇത് ഉള്ള സമാധാനം കൂടി പോയല്ലോ എന്ന് പറഞ്ഞ് വൈജയന്തി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാട്ടോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് സിറ്റ് ഔട്ടിൽ വന്നിങ്ങനെ തലയും താഴ്ത്തിയിരുന്ന് ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് വൈജയന്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്റ്റോറി. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.